കോഴിക്കോട് എലത്തൂർ ചെട്ടികുളത്ത് വലിയ അപകടമാണ് ഒഴിവായത്. ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. HEPയുടെ തന്നെ ഗ്യാസ് സിലിണ്ടർ, പാചകവാതകത്തിൻ്റെ സിലിണ്ടർ ഗോഡൗൺ ഉണ്ട്. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി സിലിണ്ടർ കയറ്റിയ ഓട്ടോറിക്ഷ ഹൈവേയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് അപകടം സംഭവിക്കുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് ഇടിച്ചത്. ബസ് ജീവനക്കാർ എനിക്കൊപ്പമുണ്ട്. രാവിലെ ഒരു 10:10 കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. എന്താ ചേട്ടാ സംഭവിച്ചത്? നല്ലൊരു മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. മഴയ്ക്ക് അധികം ബസ് അധികം സ്പീഡൊന്നുമില്ല, വളരെ സ്മെല്ലേ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട വണ്ടിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് റോങ് സൈഡിലേക്ക് കയറ്റി വെച്ചപ്പോൾ ഞാൻ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആ വണ്ടി റോങ്ങിലേക്ക് നേരെ ക്രോസ് ചെയ്യാൻ വന്നപ്പോൾ നമ്മളെ വണ്ടി ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ അടുത്ത ഭാഗത്ത് ഒരു 3 ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് തട്ടും തോന്നിയപ്പോൾ വീണ്ടും വലത്തേക്ക് വണ്ടി വെട്ടിച്ചു. സൈഡ് അങ്ങനെ തന്നെ അടിച്ച് ആ സൈഡും ഗ്യാസ് ലീക്കായി ആൾ പരിഭ്രാന്തരായി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി പോയത്. ഞാനും ഇവനും എല്ലാം കുറവായതിനെ കൊണ്ട് നമ്മളങ്ങനെ മെല്ലെ വരും. കാരണം നല്ല മഴയാണ്, അത് സ്പീഡ് വളരെ കുറവാനൊക്കെ ഉണ്ടായി അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ നേരെ വന്ന വരുത്ത് ആ തട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാബിലെ ഡ്രൈവർ ഉണ്ടാവില്ല. അപ്പോൾ എന്തോ വെട്ടിച്ചതിനെ കൊണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്താണ്. അത് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് മഴയാണ്. ഒരിക്കലും ഒരാളെ ഇറങ്ങിപ്പന്ന് നോക്കാണ്ട് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയ സിലിണ്ടർ മൂട റോഡിൽ തെറിച്ചു പോയോ? അപ്പോൾ സിലിണ്ടർ 3 പൊട്ടി ലീക്കായിന്. ബാക്കി ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ കൺട്രോൾ ചെയ്തോ? ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പേ ഗ്യാസിന്റെ അവർ ഇതെടുത്ത് വന്നു, അടിച്ച് ലീക്ക് നിർത്തിന്. പിന്നെ ആൾക്കാർ കൊടുക്കാൻ ബസ്സിലെ പാസഞ്ചറൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. എന്തോ ഭാഗ്യം കൊണ്ട് എന്തോ വലിയ അപകടം വേണ്ടിയാ. കാരണം വെച്ചാൽ ഇത്ര സ്കൂളും കാര്യങ്ങളിലുള്ളല്ലേ. തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്, ഒരു ചായക്കടയുണ്ട്. അവിടെയാണെങ്കിൽ ഗ്യാസിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെ സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ മദ്രസയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സിലിണ്ടറൊക്കെ തന്നെ മാറ്റിയത് കൊണ്ട് തന്നെ ഫയർഫോഴ്സൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. കുട്ടികളെ അല്പസമയത്തിന് ശേഷം സ്കൂളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അപകടം കണ്ട ദൃക്സാക്ഷികളൊക്കെ തന്നെ ഇവിടെ സർവീസ് സെന്റർ ഉണ്ട്, മഹീന്ദ്രയുടെ സർവീസ് സെന്റർ ഉണ്ട്. അവിടേക്ക് എത്തിയ വാഹനങ്ങളൊക്കെ തന്നെ വണ്ടി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടൻ വണ്ടിക്കും കേടുപാട് സംഭവിച്ചോ? സംഭവിച്ചിട്ടുണ്ട്, ചെറുങ്ങനെ അവിടെ അങ്ങനെ തട്ടിയിട്ടുണ്ട്. നിങ്ങളിവിടെ നിൽക്കുമായിരുന്നു? അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ നിൽക്കല്ല, ഞങ്ങൾ വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഓരോ സംഗതികൾ. വണ്ടി 4ാമത്തെ സർവീസാണ്. അപ്പോൾ സർവീസിന് വന്നതായിരുന്നു. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. സിലിണ്ടർ പൊട്ടുന്ന സൗണ്ട് കേട്ടോ? സിലിണ്ടർ പൊട്ടുന്ന സൗണ്ട് കേട്ട് അന്താളിച്ചു പോയി. പുകയാണ് എല്ലാം കൂടി. വലിയ ഒരു ഭയങ്കര ഇതായിരുന്നു, സ്ഫോടനമാതിരി ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത്. ആളുകളൊക്കെ തന്നെ പേടിച്ചു വരുന്നു. കാരണം നല്ല തിരക്കുള്ള സമയമാണ്. റോഡിൻ്റെ ഇരുവശത്തും വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ചായക്കടകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടി അതിൻ്റെ ഗ്യാസിൻ്റെ സ്മെല്ലും വലിയ രീതിയിലുണ്ടായിരുന്നു. ഏതായാലും സംയോജിതമായി നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും തന്നെ ഇടപെട്ടുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.